എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ അടുത്ത കാലത്ത് സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ വലിയ രീതിയിൽ വൈറലായ ഒരുപറ്റം യുവാക്കളുടെ ഒരു കൂട്ടായ്മയുണ്ട്. ആ കൂട്ടായ്മയുടെ പേരാണ് നന്ദഗോവിന്ദം ഭജൻസ്. അപ്പോൾ ഇവർ ചെയ്യുന്ന എന്താണ്? ഹൈന്ദവ ഭക്തിഗാനങ്ങൾ. അപ്പോൾ നമ്മൾ കുട്ടിക്കാലം തൊട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഹൈന്ദവ ഭക്തിഗാനങ്ങൾ പുതിയ രൂപത്തിൽ അവതരിപ്പിക്കുക, ഭജൻസിൻ്റെ രൂപത്തിൽ. ഏകദേശം 20ഓളം ചെറുപ്പക്കാർ ഒരുമിച്ചിരുന്നിട്ടാണ് ഈ ഭജൻസ് അവതരിപ്പിക്കുന്നത്. ഈ ചെറുപ്പക്കാരൊക്കെ വലിയ രീതിയിൽ ഡോക്ടേഴ്സ് ഉണ്ട്, അതിനകത്ത് IT പ്രൊഫഷണൽസ് ഉണ്ട്, അങ്ങനെ ഒരു കൂട്ടായ്മയാണ്. അപ്പോൾ വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ വലിയ വൈറലായി. അപ്പോൾ ആൾക്കാർക്ക് ഇവർ പരിപാടി കാണാൻ വേണ്ടിയിട്ട് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് തടിച്ചു കൂടുന്നത്. അതുമാത്രമല്ല, ഈ കഴിഞ്ഞ വർഷം ഈ 2025 ഏകദേശം അവർക്ക് കിട്ടിയത് 25,000ഓളം സ്റ്റേജുകളാണ്. ഒന്ന് ആലോചിച്ചൊക്കെ, ആയിരക്കണക്കിന് 10,000കണക്കിന് ആളുകളാണ് ഇവരെ പരിപാടി കാണാൻ ഇങ്ങനെ തിങ്ങിക്കൂടുന്നത്. യുവാക്കളൊക്കെ, പ്രത്യേകിച്ച് ജെൻസി പിള്ളേരും ജെൻ ആൽഫ പിള്ളേരൊക്കെ വലിയ രീതിയിൽ ഇതിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നു, ഇതിൽ മുഴുകി നിൽക്കുകയാണ്. അത് നമ്മൾ കുട്ടിക്കാലം തൊട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഭക്തിഗാനങ്ങളുണ്ടല്ലോ, യേശുദാസും MG ശ്രീകുമാറും ജയചന്ദ്രനും ഒക്കെ പാടി ഹിറ്റാക്കിയ അയ്യപ്പൻ്റെയും ശിവൻ്റെയും ദേവിയുടെയൊക്കെ കീർത്തനങ്ങളൊക്കെ വലിയ രീതിയിൽ ആഘോഷിക്കപ്പെടുന്നു ഈ ചെറുപ്പക്കാരൊക്കെ. അപ്പോൾ ഇവരുടെ പരിപാടികളിലേക്ക് പ്രായഭേദമന്യേ എല്ലാവരും, എല്ലാ പ്രായത്തിൽപ്പെട്ട ആൾക്കാരും ഇവർ പരിപാടി കാണാൻ വരുന്നു. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജെൻസി പിള്ളേരാണ്. ചെറുപ്പക്കാർ വലിയ രീതിയിൽ ഇതിലേക്ക് ആകൃഷ്ടരായിക്കൊണ്ടിരിക്കുന്നു. അതുമാത്രമല്ല, ഇതിൻ്റെ ഏറ്റവും വലിയൊരു മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റു മതത്തിൽപ്പെട്ട ആൾക്കാർ, യുവാക്കളും ആൾക്കാരൊക്കെ ഇതിൽ വലിയ രീതിയിൽ ആകൃഷ്ടരായി മുന്നോട്ട് വരുന്നു എന്നാണ്. അപ്പോൾ ഇപ്പോൾ പുറത്തു വരുന്ന മറ്റൊരു വാർത്ത എന്താണെന്ന് വെച്ചാൽ സമൂഹ മാധ്യമങ്ങളിലൂടെ തന്നെ ഇവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന പിന്തുണയുണ്ടല്ലോ, അത് കണ്ട് ഹാലിളക്കിയിരിക്കുകയാണ് ഇവിടുത്തെ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ. അപ്പോൾ ഇപ്പോൾ അവർ പുതിയൊരു അജണ്ടയായിട്ട്, അതായത് പുതിയ നെറേറ്റീവായിട്ട് പുറത്തു വന്നിരിക്കുകയാണ്. ഈ നന്ദഗോവിന്ദം ഭജൻസിന് പിന്നിൽ സംഘപരിവാറാണ്. അതായത് സംഘപരിവാർ അവരുടെ ആശയം നടപ്പിലാക്കാൻ വേണ്ടി പുതിയ വഴികൾ തേടി, അതായത് അവർ തന്നെ പറയുന്നത് വെച്ചാൽ ഈ RSS എന്ന് പറയുന്നത് വലിയ ബുദ്ധിരാക്ഷസന്മാരാണ്. അവർ ഓരോ സംസ്ഥാനത്തും ഓരോ കാലഘട്ടത്തിനനുസൃതമായ കാര്യങ്ങൾ സമൂഹത്തിലേക്ക്, അതായത് അവരുടെ ആശയം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, നടപ്പിലാക്കാൻ വേണ്ടിയിട്ടും പല വഴികളും ഉപയോഗിക്കുമെന്നാണ് ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ പറയുന്നത്. അപ്പോൾ ഈ നന്ദഗോവിന്ദം ഭജൻസ് എന്ന് പറയുന്നത് RSSൻ്റെ അവരുടെ ഒരു ഐഡിയയാണ്. അതായത് ഒരു ഹിന്ദു കൂട്ടായ്മ, ഹിന്ദു കൺസൾട്ടേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നു എന്നാണ് തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ വലിയ രീതിയിൽ പ്രചാരണം നടത്തിക്കൊണ്ടത്. അപ്പോൾ ഇതിന് ചുക്കാൻ പിടിക്കുന്ന പഴയ പോപ്പുലർ ഫ്രണ്ട്, നിരോധിത ഭീകര സംഘടനയായ ഈ പോപ്പുലർ ഫ്രണ്ടുമായി ചേർന്ന് നിൽക്കുന്ന ആൾക്കാർ, അതായത് ഇപ്പോൾ SDPയുടെയും CPMൻ്റെയും കോൺഗ്രസിൻ്റെയൊക്കെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഒരുവട്ടം സുഡാപ്പികളൊക്കെ വലിയ രീതിയിൽ ഇതിനെതിരെ സോഷ്യൽ മീഡിയയിൽ ക്യാമ്പയിൻ നടത്തുന്നു. അതായത് ഇത് ബാൻ ചെയ്യണം, ഇത് RSSൻ്റെ അജണ്ടയാണ്, ഇത് സമൂഹത്തിൽ വലിയ രീതിയിൽ ഭിന്നിപ്പുണ്ടാക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്, അതായത് മുഖ്യമന്ത്രിയുടെ അടുത്ത് ഒഫീഷ്യലായിട്ട് ഇവൻ അടുത്ത് തന്നെ സർക്കാർ തലത്തിലേക്ക് നീങ്ങിയിട്ട് ഇതിനെ ബാൻ ചെയ്യണം, ഈ നന്ദഗോവിന്ദം ഭജൻസിനെ ബാൻ ചെയ്യാൻ തക്ക രീതിയിലുള്ള കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകണമെന്നാണ് അവർ പറയുന്നത്. അതിന് വേണ്ടിയിട്ട് സർക്കാരിനെ ഒഫീഷ്യലായിട്ട് സമീപിക്കുമെന്നും ചില തീവ്ര ഇസ്ലാമിസ്റ്റ് സംഘടനകൾ ഇപ്പോൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കി, അതായത് നമ്മളൊക്കെ കുട്ടിക്കാലത്തൊക്കെ, നമ്മുടെ ചെറുപ്പകാലത്തിലൊക്കെ വലിയ രീതിയിൽ എന്താ പറയുന്നത്, വൈകുന്നേരങ്ങൾ സന്ധ്യാനാമം കുളിച്ച് എന്താ പറയുന്നത്, ഭസ്മൊക്കെ തൊട്ട് വിളക്കിൻ്റെ മുന്നിലിരുന്ന് നമ്മൾ സന്ധ്യാനാമം ചൊല്ലും. ഇപ്പോൾ ഈ കഴിഞ്ഞ 2 പതിറ്റാണ്ടായിട്ട് അങ്ങനത്തെ ഒരു ശീലം നമ്മുടെ സമൂഹത്തിലില്ല. അതായത് സീരിയലുകളുടെ അതിപ്രസരം കാരണം എല്ലാ ഹിന്ദു വീടുകളിലൊക്കെ ആ സന്ധ്യാസമയത്ത് സീരിയലുകളിൽ മുഴങ്ങിയിരിക്കുകയാണ്. പൊടുന്നനെ ഇത്തരം ഭജൻസ്, ഈ നന്ദഗോവിന്ദം ഭജൻസൊക്കെ ഹിറ്റാവുന്നു. അപ്പോൾ അവിടുത്തെ യുവാക്കളൊക്കെ ആകർഷകരാണ്. സംസ്കൃത ശ്ലോകത്തിലും ഈ ദേവീ മന്ത്രത്തിലും ഓരോ ഹിന്ദു ഇത് പ്രകാരം ഒരുപാട് മന്ത്രങ്ങളുണ്ടല്ലോ. അപ്പോൾ അവരൊക്കെ ഈ നന്ദഗോവിന്ദം ഭജൻസ് അവർ ചെയ്യുന്നത് വെച്ചാൽ ഇതിനൊക്കെ കീർത്തനങ്ങളായിട്ട് ചൊല്ലുക. അപ്പോൾ ഇതിലൊക്കെ വലിയ രീതിയിൽ ആകർഷകരായിട്ട് യുവാക്കൾ സന്ധ്യാസമയത്തൊക്കെ അത്തരം കാര്യങ്ങളിൽ മുഴുകുന്നു. അത്തരത്തിൽ വലിയ മാറ്റങ്ങളാണ് ഈ ജെൻസി പിള്ളേരും ജെൻ ആൽഫ പിള്ളേരുടെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ തീവ്ര ഇസ്ലാമിസ്റ്റുകളെ ഭയപ്പെടുന്നത് എന്താണെന്ന് അറിയോ? അതായത് അവർക്ക് കിട്ടുന്ന പോപ്പുലാരിറ്റിയിലല്ല, അവർക്ക് കിട്ടുന്ന സ്റ്റേജുകളിലല്ല അവരെ ഭയപ്പെടുന്നത്. ഇതിലേക്ക് വരുന്ന ആൾക്കാർ, അതായത് യുവാക്കളാണ് കൂടുതലായിട്ടും വരുന്നത്. അപ്പോൾ വലിയ രീതിയിലുള്ള ഒരു ഷിഫ്റ്റിങ്, അതായത് ഈ നമ്മുടെ കേരള കൾച്ചറിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്, സൈലൻ്റായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് ഈ നന്ദഗോവിന്ദം ഭജൻസ് വലിയ രീതിയിലുള്ള ഒരു ചാലകശക്തിയായി പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി, ഇതേ പറയുന്ന തീവ്ര ഇസ്ലാമിസ്റ്റുകൾ രാവിലെ ഈ കൊച്ചുകുട്ടിയെ പോലും രാവിലെ പുലർച്ചെ അവർ മതപഠനത്തിന് എന്താ പറയേണ്ടത്, അവരെ മദ്രസയിലോട്ട് പറഞ്ഞു വിടുന്നു. അപ്പോൾ മദ്രസയിൽ എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നത് എന്ന് പറയേണ്ട ആവശ്യമില്ല, അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അവിടെ എന്താണ് പഠിപ്പിക്കുന്നതെന്ന്. പക്ഷേ ഇവിടെ ഇത്തരത്തിലുള്ള മറ്റു മതസ്ഥർ ഇതൊക്കെ ചെയ്യുമ്പോൾ ഇത് വലിയ രീതിയിൽ അവർക്ക് അസഹിഷ്ണുത ഉണ്ടാക്കുന്നു. അതെന്താണ് കാരണം എന്ന് വെച്ചാൽ ഒരു വലിയ ഷിഫ്റ്റിംഗ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് സൈലൻ്റായിട്ട്. ഇത് വലിയ രീതിയിൽ വരും കാലങ്ങളിൽ ഇതൊരു പൊളിറ്റിക്കലി ഇതിന് വലിയ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുമെന്നാണ് ഇവർ തന്നെ പറയുന്നത്. അത് തന്നെയാണ് ഇവർ ഭയപ്പെടുത്തുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവർ വലിയ രീതിയിലുള്ള ഇതൊക്കെ ഈ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ട്, അതായത് ഇത് RSS ആണ് ഇതിന് പിന്നിൽ, ഇതിന് ഓരോരാളും പേരെടുത്ത്, RSSൻ്റെ ഓരോ ആൾക്കാരുടെ പേരെടുത്തിട്ടൊക്കെ പറയുന്നത്. പിന്നെ അത് മാത്രമല്ല, ഇത് RSSൻ്റെ അജണ്ടയാണെന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഈ നന്ദഗോവിന്ദം ഭജൻസിലെ ചെറുപ്പക്കാരൊക്കെ അവർ കുറി തൊടുന്നു, കഴുത്തിൽ മാലയിടുന്നു, കയ്യിൽ ചരട് കിട്ടുന്നു. അപ്പോൾ നമ്മുടെ ഹൈന്ദവ സംസ്കാരത്തെ അവർ അങ്ങനെ ഹൈന്ദവ സംസ്കാരത്തെയൊക്കെ
നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഈ നന്ദഗോവിന്ദം ഭജൻസിൽ പാടുന്ന ചെറുപ്പക്കാരൊക്കെ കയ്യിൽ ചരട് കെട്ടുന്നു, കഴുത്തിൽ മാലയിടുന്നു. അപ്പോൾ അത്തരം ഹൈന്ദവ സംസ്കാരങ്ങളെ ഉൾക്കൊള്ളുന്ന ചെറുപ്പക്കാർ തന്നെയാണ്. അപ്പോൾ ആൾക്കാരൊക്കെ അതുകൊണ്ടാണ് ഇവർ പറയുന്നത്, ഇത്തരം തീവ്ര ഇസ്ലാമിസ്റ്റുകൾ പറയുന്നത് ഇവർ സംഘപരിവാറിൻ്റെ ഭാഗമാണെന്ന്. അന്ന് ആലോചിച്ച് നോക്കി, കുറി തൊട്ട് എല്ലാവരും സംഘപരിവാറിൻ്റെ ഭാഗമാവോ? അത്ര നറേറ്റീവിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഇപ്പോൾ ഇവിടെ മാത്രമല്ല, നോർത്ത് ഇന്ത്യയിൽ എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും, എന്ത് അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ, ആരെന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാലും അവൻ്റെ പേര് നോക്കിയിട്ടാണ്. അവനൊരു ഹൈന്ദവനാണെങ്കിൽ അത് സംഘപരിവാറിൻ്റെ എന്ന രീതിയിലാണ് കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള സമാനമായ ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ എന്താണ് കേരളത്തിലും ഇവർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് കുറി തൊട്ടു, അതുകൊണ്ട് അവർ സംഘപരിവാറിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇവർ പറയുന്നത് ഇവർ സംഘപരിവാറിൻ്റെ ഈ അജണ്ട കേരളത്തിൽ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഭജൻസ് ഗ്രൂപ്പിനെയൊക്കെ ഇപ്പോൾ പുറത്ത് കൊണ്ടുവന്നിരിക്കുന്നത് എന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, അതായത് ഇവർക്ക് കൊച്ചുകുട്ടിയെ പോലും മദ്രസയിൽ അയച്ച് മതവിദ്യാഭ്യാസം, അവിടെ തീവ്രവാദം എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിക്കാം. പക്ഷേ ഇവിടെ ഒരു കൂട്ടായ്മ ഉണ്ടാകുന്നു. അതായത് നമ്മുടെ ദേവീ കീർത്തനങ്ങളും പഴയകാല സ്തോത്രങ്ങളും കാര്യങ്ങളൊക്കെ ഒരു പാട്ടിൻ്റെ രീതിയിൽ അവതരിപ്പിച്ച് കയ്യടി നേടുമ്പോൾ അതിനെതിരെ വലിയ രീതിയിൽ അസഹിഷ്ണുത ഇവർ കാണിക്കുന്നുണ്ടെങ്കിൽ, അതായത് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അതിലേക്ക് ഒഴുകിയെത്തുന്ന ആൾക്കാർ തന്നെയാണ്. അപ്പോൾ ഇത് വലിയ രീതിയിൽ ഇവർക്ക് ഡാമേജ് ഉണ്ടാക്കും അവർ തിരിച്ചറിയുന്നു. സത്യം തന്നെയാണ്. അതായത് എവിടുത്തെ ഹിന്ദു ഒന്ന് യുണൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു തീവ്രവാദ ശക്തികൾക്കും ഒരു ക്ഷുദ്രശക്തികൾക്കും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ആ ഒരു അവസ്ഥയാണ്. അതായത് ഹിന്ദു എപ്പോഴും ഇവരുടെ ആവശ്യം വെച്ചാൽ എപ്പോഴും ഹിന്ദു വിഘടിച്ച് നിൽക്കണം. ഇത് തന്നെയാണ് ഇവിടുത്തെ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ നന്ദഗോവിന്ദം ഭജൻസിൻ്റെ ആ ഒരു കൂട്ടായ്മയിലൂടെ വലിയ രീതിയിൽ ജെൻസി പിള്ളേരും ജെനാൽഫ പിള്ളേരൊക്കെ ഒഴുകിയെത്തുന്നു. അവർ ഹൈന്ദവ സംസ്കാരത്തെ പുൽകുന്നു. ഇത് തന്നെയാണ് ഇവരെ ഭയപ്പെടുത്തുന്നത്. ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഭാവിയിൽ വലിയ രീതിയിലുള്ള ഒരു പൊളിറ്റിക്കൽ, അതായത് രാഷ്ട്രീയപരമായിട്ട് ഒരുപാട് മാറ്റങ്ങൾ കേരളത്തിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ അത് മുന്നേ കണ്ട് അത് മുളയിലെ നുള്ളാൻ വേണ്ടി തന്നെയാണ് ഈ നന്ദഗോവിന്ദം ഭജൻസിനെ ബാൻ ചെയ്യാൻ വേണ്ടിയിട്ട് സർക്കാർ തലത്തിൽ, അതായത് മുഖ്യമന്ത്രിയെ തന്നെ സമീപിക്കാൻ ഒരുങ്ങിയാണ് ചില തീവ്ര ഇസ്ലാമിസ്റ്റ് സംഘടനകൾ. അത് ഒരു പക്ഷേ ഈ ഇലക്ഷൻ എടുക്കാൻ വേണ്ടി, അതായത് തീവ്ര ഇസ്ലാമിസ്റ്റുകളെ വോട്ട് കിട്ടാൻ വേണ്ടി, അവനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇതേ ഇവിടെ ഭരിക്കുന്ന സർക്കാർ ചിലപ്പോൾ ഇവരെ ബാൻ ചെയ്താലും അത്ഭുതപ്പെടാനില്ല. അപ്പോൾ വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട ഇപ്പം തന്നെ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇത്തരത്തിലൊരു കൂട്ടായ്മ യുവാക്കളെ ആകർഷിക്കുന്നു, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ നന്ദഗോവിന്ദം ഭജൻസിനെ ചുറ്റിപ്പറ്റി ഒരുപാട് ഭജൻസ് ഗ്രൂപ്പ് എല്ലാ നാട്ടിലും ഭജൻസ് ഗ്രൂപ്പ്, അതായത് അതിൽ ആകർഷകരായിട്ട് ഭജൻസ് ഗ്രൂപ്പ് ഇങ്ങനെ ട്രൂപ്പൊക്കെ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ ഗ്രാമാന്തരങ്ങളിൽ. അത് വലിയ രീതിയിൽ ഇവർ ഭയപ്പെടുത്തുന്നു. അതായത് ഇത് നീങ്ങാൻ പോകുന്നത് ഒരു ഹിന്ദു യൂണിറ്റിയിലേക്കാണ് എന്നാണ് ഇവരുടെ ഒരു കാഴ്ചപ്പാട്. അങ്ങനെ സംഭവിച്ചാൽ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ അനുഭവിക്കാൻ പോകുന്ന അവർ തന്നെയായിരിക്കും എന്ന് അവർ കണക്കൂട്ടുന്നു. അതുകൊണ്ടാണ് മുഖ്യമന്ത്രിയെ തന്നെ സമീപിച്ച് ഈ ഭജൻസ് ഗ്രൂപ്പിനെ ബാൻ ചെയ്യണമെന്ന് തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ഒരുങ്ങാൻ പോകുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇതിൻ്റെ വരായങ്ങൾ എന്തൊക്കെയാണെന്ന് ശരിക്കും സർക്കാരിന് നല്ല ബോധ്യമുണ്ടാകും. സർക്കാർ ഉചിതമായ തീരുമാനം എടുക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. നമുക്ക് കാത്തിരിക്കുന്നതിനായി നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.